What is up guys and welcome back to my channel. It's me dude. And ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മൂവി റിവ്യൂ എന്നല്ല. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുമ്പോൾ നമ്മൾ യൂട്യൂബുമായിട്ട് കൂടുതൽ അടുക്കാൻ പോവുകയാണ്. യൂട്യൂബുമായിട്ട് എനിക്കറിയാവുന്ന യൂട്യൂബ് ടിപ്സ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. എൻ്റെ തമ്മിൽ ഉണ്ടതുപോലെ തന്നെ എനിക്ക് എത്ര 0 വ്യൂസിൽ നിന്ന് ഇപ്പോൾ 60,000 വ്യൂസ് കയറി. അതിൻ്റെ ഒരു സീക്രറ്റ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോവുകയാണ്. ഫസ്റ്റിൽ നമുക്ക് വ്യൂസിൻ്റെ കാര്യം പറയാം, പിന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം പറയാം. അതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അപ്പം വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് തമ്നെയിൽ. നിങ്ങൾ വിചാരിക്കും എല്ലാവരും പറയുന്നത് തമ്നെയിലാണെന്ന്. തമ്നെയിലാണ് എല്ലാവരും പറയുന്നത്, ഞാനും തന്നെ പറഞ്ഞു തമ്നെയിലാണ് ഏറ്റവും മെയിൻ സംഭവം. തമ്നെയിലുണ്ടൊന്നും ആവില്ല. നമ്മൾ തമ്നെയിൽ എത്ര നല്ലതാക്കിയാലും വ്യൂവേഴ്സിലേക്ക് എത്തിയാൽ മാത്രമേ തമ്നെയിലൊരു ഇത് വരുള്ളൂ. ഒരു വ്യൂവേഴ്സ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ തമ്നെയിലുണ്ട് ഉപയോഗമുള്ളൂ. അതിന് വേണം വ്യൂവേഴ്സിന് എത്തിക്കണം ആ തമ്നെയിൽ. സോ നമുക്ക് വ്യൂവേഴ്സിൽ എത്തിക്കാനായിട്ട് നമുക്ക് CEO സെർച്ച് എഞ്ചിൻ അത് നമുക്ക് വർക്കൗട്ട് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ട്രെൻഡിങ് ടോപ്പിക്സ് ആയിട്ടുള്ള വിഷയങ്ങൾ ചെയ്യണം. ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വ്യൂസ് കയറും. എന്ന് പറയുമ്പോൾ ഞാൻ ഇടുന്ന സ്റ്റാറ്റസ്, എൻ്റെ മറ്റേ ചാനൽ ഇടുന്ന സ്റ്റാറ്റസ് ട്രെൻഡിങ് ടോപ്പിക്സ് ആണ്. അപ്പോൾ എനിക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ 100 വ്യൂ ഒക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വ്യൂ ചെയ്യുന്നത് അതൊരു മെയിൻ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ നോക്കുക. 1 ഡേ 1 വീഡിയോ വെച്ച് ഇടുക. ടെക്കാകുമ്പോൾ ജസ്റ്റ് ഒന്ന് 2-3 മാസം എടുക്കും ക്ലിക്ക് ആവാൻ വേണ്ടി. അതുകൊണ്ട് നിങ്ങളതൊന്ന് കാത്തിരിക്കുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ആവാൻ വേണ്ടി ഒന്ന് കാത്തിരിക്കുക. പിന്നെ യൂട്യൂബിൽ വ്യൂസ് തരാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്നാകുമ്പോൾ ഇപ്പോൾ എന്തൊരു ടോപ്പിക്കാണ് ഇടുന്നു അതിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള, ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന ടെക്കാണെങ്കിൽ ഇപ്പോൾ ടെക്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വിഷയം, അതിൻ്റെ ടാഗുകൾ കോപ്പി ചെയ്യാനുള്ള ടാഗുണ്ട്, ആപ്ലിക്കേഷൻ ടാഗിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ ആ ടാഗ് കോപ്പി ചെയ്യുക. പിന്നെ ഡിസ്ക്രിപ്ഷൻ കോപ്പി ചെയ്യാൻ ക്രോമിൽ പോയി ലിങ്ക് പേസ്റ്റ് ചെയ്ത് കോപ്പി ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ അതും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വേറെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, യൂട്യൂബ് ടാഗ്. ആ ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നല്ല നല്ല കീവേഡ്സ് ഇടും. ആ കീവേഡ്സിനെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങളുടെ വീഡിയോ റാങ്കിലേക്ക്. പിന്നെ മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ ക്രിയേറ്റീവ് കോം ആക്കിയിട്ടാൽ നമ്മൾ വീഡിയോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വീഡിയോ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യില്ല, ഒരു വ്യൂ കിട്ടിയാൽ മതി. അതാണ് അതിലൊരു മെയിൻ കാര്യം. വീഡിയോ കുറച്ച് ലോങ് ആവുന്നതെന്ന് ശ്രമിക്കുക. നിങ്ങളൊന്ന് വീഡിയോ ഫുൾ കാണാമെന്ന് ശ്രമിക്കുക. ഫസ്റ്റ് ഞാൻ വ്യൂസിൻ്റെ കാര്യമാണ് പറയുന്നത്, സെക്കൻഡ് സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം പറയാം. ഫസ്റ്റ് വ്യൂസ് നമ്മളിപ്പം എത്ര നമുക്ക് 60,000 വ്യൂസ് എനിക്കിപ്പോൾ ഉണ്ട്. സംഭവം എന്ന് പറയുമ്പോൾ ഞാനൊരു ഉടായ്പ കൂടെയാണ് വ്യൂസ് കയറി. സംഭവം ട്രെൻഡിങ് ടോപ്പിക്ക് കോപ്പി അടിയല്ല, നമ്മളെ സ്വന്തമായിട്ട് BGM ഉണ്ടാക്കി ട്രെൻഡിങ് ടോപ്പിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും വ്യൂസ് കയറുന്നത്. ഇപ്പോൾ ടെക്നോളജി ചാനൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ടെക്നോളജി ചാനലാണ്, അതുകൊണ്ട് ടെക്നോളജി വീഡിയോസ് ഇടാത്ത സംഭവം. അതാണ് വ്യൂസ് കയറുള്ള ഏറ്റവും മെയിൻ ഐഡിയ. പിന്നെ സംഭവം രണ്ടാമത്തെ പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് കയറാൻ ആപ്പ് ഉണ്ട്, സപ്രോ ആപ്പ്. അത് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. വേണമെങ്കിൽ ജസ്റ്റ് 100 സബ്സ്ക്രൈബേഴ്സ് ഉള്ളെങ്കിൽ ഒന്ന് 200 ആക്കി എടുക്കാം, 300, 400, 500 എത്ര വേണമെങ്കിലും ആക്കി എടുക്കാം. പക്ഷെ ഇത്ര പേർക്കിടുണ്ട് ആക്കി എടുക്കാം. സംഭവം ആക്റ്റീവ് അല്ലാത്ത സബ്സ്ക്രൈബേഴ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാണാൻ ലുക്ക് വരും, ചാനലിൽ കാണാൻ ലുക്ക് വരും, അത് കാണും. പിന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ ഏറ്റവും എളുപ്പ വഴിയുന്ന ലൈവ് സ്ട്രീം ചെയ്യുകയില്ല, ലൈവ് സ്ട്രീമിൽ പങ്കെടുക്കുക. മറ്റുള്ള ലൈവ് സ്ട്രീമിൽ പങ്കെടുക്കുക, എന്നിട്ട് അവിടെ നിന്ന് സബ്സ്ക്രൈബേഴ്സിന് കിട്ടുക. നമ്മളെ കൂട്ടുകാരന്മാർ ചെയ്യുന്ന പരിപാടിയാണ് ലൈവ് സ്ട്രീമിൽ പങ്കെടുക്കുക, അതിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സിന് കിട്ടുക. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവരായിരിക്കും ലൈവ് സ്ട്രീമിൽ കാണുക. അവരെ ചെന്ന് പറയുക, ഹായ് ബ്രോ എന്നെ ഫ്രണ്ട് ആക്കുമോ. അവർ വരെ ഫ്രണ്ട് ആക്കില്ലെന്ന് ഒരാളും പറയില്ല. ഫ്രണ്ട് ആക്കുമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അവരുടെ ചാനലിൽ പോയി കമൻറ്റ് ചെയ്തതിന് ശേഷം പറയുക നല്ല അടിപൊളി വീഡിയോ ആണ്. അവർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന അവർ അറിയുമ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അത് ഒരു നല്ല ഐഡിയ ആണ് ലൈവ് സ്ട്രീം. പിന്നെ ലൈവ് സ്ട്രീം ചെയ്താൽ നമ്മൾ ലൈവ് സ്ട്രീം ചെയ്താൽ നമ്മളെ ഓഡിയൻസായിട്ട് ഇത്തിരി കൂടെ എൻഗേജ് ആയാൽ നമുക്ക് ഇത്തിരി കൂടെ വ്യൂസും വാച്ചിങ് ടൈം കയറും. പിന്നെ വാച്ചിങ് മിനിറ്റ് കയറും. ലൈവ് സ്ട്രീം ചെയ്താൽ നല്ല വാച്ചിങ് മിനിറ്റ് കയറും. പിന്നെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ കമൻറ്റ് ഇടുക. നമ്മൾ ഒരു ദിവസം 30-40 കമൻറ്റ് ഇടുക, 30-40 വീഡിയോ കണ്ട് കമൻറ്റ് ഇടുക. എന്ന് പറയുമ്പോൾ ഗ്രോ എമർജിങ് ആയിട്ടുള്ള ചാനൽ കണ്ടിട്ട് അതിന് കമൻറ്റ് ഇടുക. കമൻറ്റ് ഇടുന്ന പറയുമ്പോൾ നല്ല കമൻറ്റ് ഇട്ടിട്ട് പറയണം, ജസ്റ്റ് ഒന്ന് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുമെന്ന് ചോദിക്കണം. അപ്പോൾ അവരെന്തായാലും വിസിറ്റ് ചെയ്യും. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധ്യത ഒരു 50 കമൻറ്റ് ഇട്ടാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 25 സബ്സ്ക്രൈബേഴ്സിനും കയറും അങ്ങനെ ഡെയിലി. പിന്നെ സപ്രോയിൽ നിങ്ങൾക്ക് ഒരു 10 സബ്സ്ക്രൈബേഴ്സിനും ഡെയിലി മിനിമം കയറും. അപ്പോൾ അങ്ങനെ 35 സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. എനിക്കിപ്പം ഒരു മാസത്തിൽ 1000 കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി. അതേപോലെ ചെയ്ത് ഇത്തിരി ഉടായ്പൊക്കെ ചെയ്താണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായത്. അതേ തുറന്ന് അറിയണം. ഷെയർ ചെയ്യുക, വാട്സാപ്പിൽ കൂടെ ഷെയർ ചെയ്യുക. അത് വലിയ ഉപയോഗമൊന്നുമില്ല, ചുമ്മാ ഒന്ന് ഷെയർ ചെയ്യുക.
സബ്സ്ക്രൈബേഴ്സ് കൂടാൻ ഇത് രണ്ട് മെയിൻ വഴിയാണ്. എൻ്റെ തമ്മിൽ ഉണ്ടോ തന്നെ എനിക്കിപ്പോൾ 60,000 വ്യൂസ് ഉണ്ട്. വ്യൂസ് കൂടാൻ പറഞ്ഞാൽ നമ്മൾ ടാഗ് ഡിസ്ക്രിപ്ഷനും നല്ലതുപോലെ നോക്കുക. ടാഗ് ഡിസ്ക്രിപ്ഷൻ ഇപ്പോൾ നല്ല സെർച്ച് എഞ്ചിൻ വർക്കൗട്ട് ആവുന്നൊരു ആപ്ലിക്കേഷൻ വരെ ഉണ്ട്. അത് ഞാൻ ഇന്നലെ ഡൗൺലോഡ് ചെയ്തു. അതിൽ നിന്നാണ് ഇപ്പം ഞാൻ ടാഗിൽ കോപ്പി ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാം. ലോങ് വീഡിയോ ആണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ജസ്റ്റ് 2, 3, 4 മിനിറ്റ് ആയി കാണുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. ക്ഷമിക്കുക. അപ്പം വ്യൂവേഴ്സിനെ കൂട്ടാൻ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ ടിപ്സ് നിങ്ങൾക്ക് വലിയ ഉപയോഗമായെന്ന് തോന്നുന്നു. സംഭവം എന്താണ്, ഗിവ് അവേ കൊടുക്കണം കേട്ടോ. ഗിവ് അവേ കൊടുത്താലും ചിലപ്പം കയറും. ഞാൻ ഇടയ്ക്ക് ഗിവ് അവേ കൊടുത്തു. അങ്ങനെ ഇടയ്ക്ക് വെച്ച് വ്യൂസ് കയറും, വ്യൂസ് ബൂസ്റ്റ് ആവും, കമൻറ്റ് ബൂസ്റ്റ് ആവും. ഗിവ് അവേ കൊടുത്ത കമൻറ്റ് ബൂസ്റ്റ് ആവും. സംഭവം എനിക്കിപ്പോൾ 3000 കമൻറ്റ് എങ്ങാണ്ടുണ്ടെന്ന്, 3000, 4000 കമൻറ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാക്സിമം ട്രൈ ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുക. തംബ്നെയിൽ, ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ ഒന്ന് നേരെ ഒന്ന് ഇടാൻ നോക്കുക. എന്ന് പറയുമ്പോൾ അട്രാക്റ്റീവ് രീതിയിൽ തംബ്നെയിൽ ഇടുക. ഡിസ്ക്രിപ്ഷൻ ടൈറ്റിൽ ജസ്റ്റ് ഒന്ന് കോപ്പി അടിച്ച് എടുക്കുക. നല്ല വ്യൂസ് കയറും, അത് ഞാൻ ഗ്യാരണ്ടി. നല്ല വ്യൂസ് കയറും. പിന്നെയുള്ള സംഭവം എന്ന് പറയുമ്പോൾ ക്രിയേറ്റീവ് കോമൺ ആക്കി ഇടുക. ക്രിയേറ്റീവ് കോമൺ ആക്കിയിട്ട് അവരെ എടുത്തോട്ട്, നമ്മളെ വീഡിയോ അവരെടുത്തോട്ട്, നമുക്ക് എന്തിന് വീഡിയോ അവരെടുത്തോട്ട് വീഡിയോ. പക്ഷേ ഒരു വ്യൂ കയറും, ഒരു വ്യൂ കയറി നമുക്ക് എത്ര സന്തോഷം വരുന്നതായിരുന്നു. അതാണ് നമ്മളത്. ഇപ്പം ഒരു സബ്സ്ക്രൈബ് വേണമെങ്കിൽ സബ്സ്ക്രൈബും കയറും. അപ്പം എനിക്ക് ഇത്ര പറയാനുള്ളൂ. എനിക്ക് എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുമായിരിക്കും. എൻ്റെ സബ്സ്ക്രൈബർ മാത്രമേ ഈ വീഡിയോ കാണും. ബിക്കോസ് എൻ്റെ സെക്കൻഡ് ചാനൽ ആയതുകൊണ്ടേ 40 സബ്സ്ക്രൈബേഴ്സ് കണ്ട് ഉള്ളതെന്ന് തോന്നുന്നു. അപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ യൂട്യൂബ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോ അവർക്ക് നല്ല നല്ല ഉപയോഗം വരും. എന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെ വ്യൂസ് കയറ്റണം എന്നൊരു പിടുത്തം വരും. പിന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനുള്ള ആപ്പ് വരെ ഉണ്ട്, സബ് പ്രോ. ആ സംഭവം പ്ലേ സ്റ്റോറിലേക്ക് എടുത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ലിങ്ക് ഞാൻ കൊടുക്കാൻ തരാം. ആ സംഭവം ഒന്ന് എടുത്ത് നോക്കുക. ആ സംഭവം കിടു ആപ്പാണ്. പിന്നെയുള്ള നമ്മളെ കമൻറ്റ് അടിക്കുക എല്ലാവരും മോശമല്ലായിരിക്കും. കമൻറ്റ് അടിക്കുക, നല്ല നല്ല കമൻറ്റ് അടിക്കുക. അങ്ങനെ നോക്കിയാൽ ഡെയിലി ഒരു 10-30 സബ്സ്ക്രൈബേഴ്സ് കയറും. 1-1.5 മണിക്കൂർ പാടാണ് എങ്കിലും ഓക്കെ. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് കൂട്ടണമെങ്കിൽ ഒന്ന് യൂട്യൂബായിട്ടൊന്ന് ജസ്റ്റ് നടക്കുക. പിന്നെ യൂട്യൂബിൽ വേണ്ട ക്ഷമ വേണം കേട്ടോ. യൂട്യൂബിൽ ക്ഷമയില്ലാതെ ഒന്നും നടക്കില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ലോങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ ഞാൻ സൈനിങ് ഓഫ് ചെയ്യട്ടെ. ബൈ ഗൈസ്. അടുത്ത ടെക്നോളജി വീഡിയോസ്, ഈ ചാനൽ നമ്മൾ ടെക്നോളജി വീഡിയോസ് എനിക്ക് ഇനി തൊട്ടിടാൻ പോകുന്നത്. ഇത് ഞാൻ പ്രീമിയം ആയിട്ടായിരിക്കും കേട്ടോ. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.